മലപ്പുറത്ത് കുന്നുംപുറത്ത് കടല തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരൻ മരിച്ചു. കുന്നുംപുറം സ്വദേശി മുഹമ്മദ് റിസാലാണ് മരിച്ചത്. മിക്സറിലെ കടല തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ, ഗുഡ് മോർണിംഗ് സോണൽ. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് എല്ലാവരും കൂടെ മിക്സറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പക്ഷേ ഈ കുഞ്ഞിൻ്റെ വായിലേക്ക് ഈ നിലക്കടല പോകുന്നു, അത് പിന്നീട് കുടുങ്ങുന്നു, ശ്വാസതടസ്സം ഉണ്ടാവുന്നു. ഈ നിലക്കടല കുടുങ്ങിയാണോ ശ്വാസതടസ്സം ഉണ്ടായതും മരണം സംഭവിച്ചതും സോണൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് നമ്മളെ തേടി എത്തിയത് എന്നത് പറഞ്ഞു വെക്കാതെ വയ്യ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് രാവിലെ വീട്ടിലിരുന്ന് പ്രാഥമിക അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് ബേക്കറി കൊടുത്തതാണ്. മിക്സ്ചറാണ് ഈ കുട്ടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിലാണ് കുട്ടിയുടെ തൊണ്ടയിലേക്ക് ഈ കടല കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയെ 3 വയസ്സുകാരനെ എടുത്ത് തൊട്ടടുത്തുള്ള കുന്നുംപുറം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായി പറയേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒക്കെ നടത്തിയെങ്കിൽ പോലും ആ ചെറിയൊരു അശ്രദ്ധ മൂലം ആ 3 വയസ്സുകാരൻ്റെ മരണം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ ബേക്കറി പലഹാരങ്ങൾ ഉൾപ്പെടെ നടങ്ങുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മലപ്പുറം ജില്ലയിലെ കുന്നുംപുറത്ത് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. റിസാൻ എന്ന് പറയുന്ന 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ മരണപ്പെട്ടിട്ടുള്ളത്. ശ്വാസതടസ്സം നേരിട്ടത് കണ്ട ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഇത്തരം സംഭവങ്ങൾ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. സോണലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരിത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എടുത്ത് കഴിക്കും. അവരുടെ അന്നനാളത്തിനൊന്നും ഇത്ര വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു കടല കുടുങ്ങിയാൽ മതി ശ്വാസതടസ്സമൊക്കെ നേരിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ജീവൻ പോലും നഷ്ടമാകാം എന്നുള്ളതാണ്. ആ വാർത്തയാണിപ്പോൾ സോണൽ മലപ്പുറത്തെന്ന് പറയുന്നത്. ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു, പക്ഷേ അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒരു കാരണവശാലും 1, 2, 3, 4, 5 ഒക്കെ വയസ്സുള്ള കുട്ടികൾക്ക് ഈ കടലയൊക്കെ കൊടുക്കുമ്പം പ്രത്യേകിച്ച് സൂക്ഷിച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് മിക്സറൊക്കെ അവർക്ക് കൊടുക്കാതിരിക്കുക. ഈ മിക്സർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരമാവധി അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദോഷമുണ്ട് താനും. അപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൂട്ടിയിരുത്തി ഈ മിക്സർ കഴിക്കാതിരിക്കുക. മിക്സർ മാത്രമല്ല കേട്ടോ, ഇത്തരത്തിലുള്ള നിലക്കടലകൾ പലതും കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ, അവരെടുത്ത് വായിലിടും. ഇത് വന്ന് അന്നനാളത്തിലോ മറ്റോ തങ്ങുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. അതിനിടയ്ക്ക് ഒരു ചുമക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം സാധനങ്ങളൊന്നും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. അത് രക്ഷിതാക്കൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, കുഞ്ഞെടുത്ത് വാരി കഴിച്ചിട്ടുണ്ടാവും അല്ലേ.